അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൽ ബഖറയിലെ ആയത്ത് 188 മുതൽ 189 വരെയുള്ള ഭാഗങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ബിൽ ബാത്തിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. നീതിയോടെ, ഓപ്ഷൻ ബി അന്യായമായി അല്ലെങ്കിൽ അക്രമമായി, ഓപ്ഷൻ സി സമ്മാനമായി, ഓപ്ഷൻ ഡി രഹസ്യമായി. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി അന്യായമായി അല്ലെങ്കിൽ അക്രമമായി. അടുത്ത ചോദ്യം, പരസ്പരം ധനം അന്യായമായി തിന്നരുതെന്ന കൽപ്പനയ്ക്ക് ശേഷം ആയത്ത് 188 വിലക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. കച്ചവടം ചെയ്യൽ, ഓപ്ഷൻ ബി പലിശ വാങ്ങൽ, ഓപ്ഷൻ സി അധികാരികൾക്ക് ന്യായാധിപന്മാർക്ക് കൈക്കൂലി നൽകൽ, ഓപ്ഷൻ ഡി ധനം പൂഴ്ത്തിവെക്കൽ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി അധികാരികൾക്ക് അല്ലെങ്കിൽ ന്യായാധിപന്മാർക്ക് കൈക്കൂലി നൽകൽ. അടുത്ത ചോദ്യം, അൽ ഹുക്കാം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ജനങ്ങൾ, ഓപ്ഷൻ ബി കച്ചവടക്കാർ, ഓപ്ഷൻ സി ഭരണാധികാരികൾ അല്ലെങ്കിൽ ന്യായാധിപന്മാർ, ഓപ്ഷൻ ഡി സാക്ഷികൾ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ഭരണാധികൾ അല്ലെങ്കിൽ ന്യായാധിപന്മാർ. മറ്റുള്ളവരുടെ ധനം പാപത്തിലൂടെ കൈക്കലാക്കുന്നതിനെ കുറിച്ച് ആയത്ത് 188 അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന എന്താണ്? ഓപ്ഷൻ എ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നത്, ഓപ്ഷൻ ബി നിങ്ങളത് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ, ഓപ്ഷൻ സി അത്യാവശ്യ ഘട്ടങ്ങളിൽ, ഓപ്ഷൻ ഡി ആരും കാണാത്തപ്പോൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ. യസ്അലൂനക അനിൽ അഹില്ലത്തി ആയത്ത് 189 അനുസരിച്ച് ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ സൂര്യനെ കുറിച്ച്, ഓപ്ഷൻ ബി നക്ഷത്രങ്ങളെ കുറിച്ച്, ഓപ്ഷൻ സി ചന്ദ്രക്കലകളെ കുറിച്ച്, ഓപ്ഷൻ ഡി കാറ്റിനെ കുറിച്ച്. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ചന്ദ്രക്കലകളെ കുറിച്ച്. അടുത്ത ചോദ്യം, ചന്ദ്രക്കലകൾ എന്തിനുള്ള അടയാളങ്ങളാണ് എന്നാണ് ആയത്ത് 189 അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നത്? ഓപ്ഷനുകൾ നോക്കാം. ഭംഗിക്ക് വേണ്ടി മാത്രം, ഓപ്ഷൻ ബി മനുഷ്യർക്കും ഹജ്ജിനുമുള്ള സമയനിർണയം, ഓപ്ഷൻ സി കൃഷി ഇറക്കാനുള്ള സമയം, ഓപ്ഷൻ ഡി സമുദ്രയാത്രകൾക്ക് വേണ്ടി മാത്രം. ശരി ഉത്തരം മനുഷ്യർക്കും ഹജ്ജിനുമുള്ള സമയനിർണയം. മവാഖീത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ വഴികൾ, ഓപ്ഷൻ ബി സമയനിർണയങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത കാലങ്ങൾ, ഓപ്ഷൻ സി ദൂരങ്ങൾ, ഓപ്ഷൻ ഡി നിയമങ്ങൾ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി സമയനിർണയങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത കാലങ്ങൾ. അടുത്ത ചോദ്യം, ഇഹ്റാമിലായിരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള പ്രവേശനമാണ് ആയത്ത് 189 പുണ്യം ബിർറ് അല്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ മുൻവാതിലിലൂടെ വരുന്നത്, ഓപ്ഷൻ ബി വീടുകളുടെ പിൻഭാഗങ്ങളിലൂടെ പ്രവേശിക്കുന്നത്,
ഓപ്ഷൻ സി അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത്. ഓപ്ഷൻ ഡി രാത്രിയിൽ പ്രവേശിക്കുന്നത്. ശരി ഉത്തരം നോക്കാം. വീടുകളുടെ പിൻഭാഗങ്ങളിലൂടെ പ്രവേശിക്കുന്നത്. യഥാർത്ഥ പുണ്യവാൻ ആരാണെന്നാണ് ആയത്ത് 189 സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ധാരാളം യാത്ര ചെയ്യുന്നവൻ. ഓപ്ഷൻ ബി സമ്പത്ത് അധികമുള്ളവൻ. ഓപ്ഷൻ സി അള്ളാഹുവെ സൂക്ഷിക്കുന്നവൻ. ഓപ്ഷൻ സി വലിയ വീടുള്ളവൻ. ശരി ഉത്തരം നോക്കാം. മനിത്തഖ, അള്ളാഹുവെ സൂക്ഷിക്കുന്നവൻ. അടുത്ത ചോദ്യം, അൽ ബുയൂത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷനുകൾ നോക്കാം. എ വാതിലുകൾ, ഓപ്ഷൻ ബി വീടുകൾ, ഓപ്ഷൻ സി തോട്ടങ്ങൾ, ഓപ്ഷൻ ഡി നഗരങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി വീടുകൾ. അടുത്ത ചോദ്യം നോക്കാം. അബ്വാബ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അബ്വാബ്. ഓപ്ഷൻ എ ചുമരുകൾ, ഓപ്ഷൻ ബി മേൽക്കൂരകൾ, ഓപ്ഷൻ സി വാതിലുകൾ, ഓപ്ഷൻ ഡി മുറികൾ. ശരി ഉത്തരം ഓപ്ഷൻ സി വാതിലുകൾ എന്നാണ്. അബ്വാബ് വാതിലുകൾ. ആയത്ത് 189 അവസാനത്തിൽ വിജയം കൈവരിക്കാൻ എന്ത് ചെയ്യാനാണ് കൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അള്ളാഹുവെ സൂക്ഷിക്കാൻ, ഓപ്ഷൻ ബി കൂടുതൽ സമ്പാദിക്കാൻ, ഓപ്ഷൻ സി വീടുകൾ പുതുക്കി പണിയാൻ, ഓപ്ഷൻ ഡി ചന്ദ്രനെ നിരീക്ഷിക്കാൻ. ശരി ഉത്തരം വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അള്ളാഹുവെ സൂക്ഷിക്കുവാൻ വേണ്ടി. വലാ തഅകുലു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ നിങ്ങൾ ഭക്ഷിക്കരുത്, ഓപ്ഷൻ ബി നിങ്ങൾ നൽകരുത്, ഓപ്ഷൻ സി നിങ്ങൾ സംസാരിക്കരുത്, ഓപ്ഷൻ ഡി നിങ്ങൾ പ്രവേശിക്കരുത്. ഓപ്ഷൻ എ നിങ്ങൾ ഭക്ഷിക്കരുത് എന്നുള്ളതാണ് വലാ തഅകുലു എന്ന പദത്തിന്റെ അർത്ഥം. തുദ്ലു എന്ന പദം ആയത്ത് 189 പശ്ചാത്തലത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ദാനം നൽകൽ, ഓപ്ഷൻ ബി അധികാരികളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കൈക്കൂലി നൽകാൻ, ഓപ്ഷൻ സി പ്രാർത്ഥിക്കൽ, ഓപ്ഷൻ ഡി വാഗ്ദാനം ചെയ്യൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി അധികാരികളിലേക്ക് എത്തിക്കൽ അല്ലെങ്കിൽ കൈക്കൂലി നൽകൽ. അടുത്ത ചോദ്യം, ഫരീഖൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ മുഴുവനായും, ഓപ്ഷൻ ബി ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക്, ഓപ്ഷൻ സി ഒരു വ്യക്തി, ഓപ്ഷൻ ഡി ഒരു രാജ്യം. ഫരീഖൻ എന്ന പദത്തിന്റെ അർത്ഥം. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് എന്നുള്ളതാണ് ഫരീഖൻ എന്നതിന്റെ അർത്ഥം. ലുഹൂരിഹ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അവയുടെ മുൻഭാഗം, ഓപ്ഷൻ ബി അവയുടെ ഉൾഭാഗം, ഓപ്ഷൻ സി അവയുടെ പിൻഭാഗങ്ങൾ അല്ലെങ്കിൽ മുതുകുകൾ, ഓപ്ഷൻ ഡി അവയുടെ മുകൾ ഭാഗം. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി അവയുടെ പിൻഭാഗങ്ങൾ അല്ലെങ്കിൽ മുതുകുകൾ. ലുഹൂരിഹ.